ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് ബാലേന്ദ്രനെയും കൂടി കാണുമ്പോൾ ശാരദാമ്മ ദേഷ്യത്തോടെ ബാലചന്ദ്രന്റെ കോളറിൽ കയറി പിടിക്കുകയാണ്. നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാടാ എൻ്റെ വീട്ടുമുറ്റത്ത് വന്നതെന്ന് ചോദിച്ച് ശാരദാമ്മ ബാലചന്ദ്രനോട് ദേഷ്യപ്പെടുമ്പോൾ ബാലചന്ദ്രൻ ശാരികയെ നോക്കുന്നു. ബാലേട്ടന്റെ കോളറിൽ നിന്നും പിടിവിടാൻ ശാരിക പറയുമ്പോൾ ഒരു ഞെട്ടലോടെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും. കുറുപ്പ് സാറ് ഈ വീതം വെക്കലിൽ അഭിപ്രായം പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, അല്ലെങ്കിലും കുറുപ്പ് സാറിന് ഇവിടത്തേക്ക് ഒരു കണ്ണ് കൂടുതലാണെന്ന് ഞങ്ങൾക്കറിയാം. മാസത്തിൽ 15 ദിവസവും വലിവ് രോഗിയെ കിടക്കുന്ന ഭാര്യ പിന്നെ എങ്ങനെ കണ്ണില്ലാതിരിക്കും? ഇത് കേൾക്കുന്ന ശാരദാമ്മ വീണ്ടും ബാലചന്ദ്രനോട് ദേഷ്യപ്പെടുമ്പോൾ ശാരിക പറയുകയാണ്, എനിക്കും ബാലേട്ടനും അമ്മയ്ക്കും കുറുപ്പ് മാഷിനും എന്താണോ ബന്ധമുള്ളത് അത് തന്നെയാ ഉള്ളത്. അതുകൊണ്ട് അമ്മ അധികം ബാലേട്ടനെ ചോദ്യം ചെയ്യാനായി ചെല്ലണ്ട. തുടർന്ന് ബാലേന്ദ്രൻ പറയുകയാണ്, ഞാനേ ഒരു പൊതുപ്രവർത്തകനാണ്. ഇവിടുന്ന് ഒരു പെൺകുട്ടി എന്നെ വന്നു കണ്ട് സങ്കടം പറഞ്ഞു. അവളുടെ സങ്കടത്തിന് പരിഹാരം കാണുക എന്നുള്ളതേ എൻ്റെ കടമ തന്നെയാണ്. അതുകൊണ്ട് ഞാനത് ചെയ്തിരിക്കും. അങ്ങനെ അവര് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വിഷ്ണു വരികയാണ്. വിഷ്ണുവിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അവസാനമായി വിഷ്ണുവിനെ കണ്ട കാര്യവും വിഷ്ണുവുമായിട്ടുണ്ടായ വഴക്കിന്റെ കാര്യവുമൊക്കെ തന്നെ ബാലേന്ദ്രൻ ഓർക്കുന്നു. നീ എന്താടാ ഈ വീട്ടുമുറ്റത്ത്? ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് വിഷ്ണു ബാലേന്ദ്രന്റെ കോളറിൽ പിടിക്കുമ്പോൾ ശാരിക പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടാ ബാലേട്ടൻ വന്നത്. ഇത് കേൾക്കുന്ന വിഷ്ണു ഞെട്ടിക്കൊണ്ട് ബാലേന്ദ്രന്റെ പിടി വിടുകയാണ്. തുടർന്ന് ശാരിക പറയുകയാണ്, എനിക്കുള്ള വിഹിതം അത് കിട്ടണമെന്നേ ഞാൻ ഇവിടെ പറഞ്ഞതാണ്. അത് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് മാത്രമല്ല, നിങ്ങളുടെ ഭാര്യ ശാലിനിയുടെ മുമ്പിൽ വെച്ചും പറഞ്ഞതാ. അപ്പോ ഈ നിൽക്കുന്നവൾ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞെന്നറിയാമോ? പോയി ചാകാൻ. അങ്ങനെ ചാകാനേ ശാരികയ്ക്ക് എന്താണെങ്കിലും ഒരുക്കമില്ല. ഈ ശാരികയ്ക്കും ജീവിക്കണം, ഒരാളുടെയും ആശ്രയമില്ലാതെ. അതുകൊണ്ട് എൻ്റെ വിഹിതം അതെനിക്ക് കിട്ടിയിരിക്കണം. ശരിയാണ്, എന്നെ കല്യാണം കഴിച്ച് വിട്ടതാണ്. പക്ഷേ എനിക്ക് തരാനുള്ള 30 പവൻ അന്നേ തന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നെന്നും ശാരിക പറയുമ്പോൾ എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് ആകെ തകർന്ന് ശാരദമ്മ പറയുകയാണ്, നിനക്ക് ഈ ഹോട്ടലിന്റെ പകുതിയല്ലേ വേണ്ടത്? പകുതിയോ മുഴുവനായോ നീ എടുത്തോ, എനിക്കൊന്നും തന്നെ വേണ്ട. ശാരിക എന്തറിഞ്ഞിട്ടാ ഇവനെ ഈ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ വിഷ്ണു ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അതെ, മരിക്കാൻ പോയ എന്നെ പിടിച്ച് കരകയറ്റി കൊണ്ടുവന്നത് ബാലേട്ടനാണ്. അതിന്റെ നന്ദി എനിക്കെപ്പോഴും ബാലേട്ടനോടുണ്ടാകും. ഇതൊക്കെ കേട്ട് ആകെ തകർന്നിരിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ശ്യാമ പറയുകയാണ്, അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. എനിക്കും കുഞ്ഞച്ചിക്കും കൂടി അവകാശപ്പെട്ടതാ ഈ ഭൂമി. കുഞ്ഞച്ചി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ഇത് കേൾക്കുന്ന കുറുപ്പ് മാഷ് വിഷ്ണുവിനോട് ശാലിനെ വിളിച്ചു കൊണ്ടുവരാനായി പറയുകയാണ്. അങ്ങനെ വിഷ്ണു പോകാനൊരുങ്ങുമ്പോൾ വിഷ്ണുവിന്റെ തോളിൽ കൈവച്ചിട്ട് ബാലേന്ദ്രൻ പറയുകയാണ്, നീ ആരെ കൂട്ടിക്കൊണ്ടുവന്നാലും ഇവിടെ ഈ വിഹിതം വെപ്പ് നടന്നിരിക്കും. നീ കണ്ടപ്പോഴേ ബോൾ എന്റെ കോട്ടിലാണ് ശാരിക എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ ദേഷ്യത്തോടെ ബാലേന്ദ്രന്റെ കൈപിടിച്ച് തിരിച്ചിട്ട് വിഷ്ണു പറയുകയാണ്, അതുകൊണ്ടാടാ നീ ഒരു പുഴുവിനെ പോലെ ഈ മുറ്റത്തിപ്പോ നിൽക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു ശാലിനിയെ കൂട്ടാനായി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. രാഘവൻ നായർക്ക് വേണ്ടി പാചകം ചെയ്യുകയാണ് ശാലിനി. പെട്ടെന്ന് കുഞ്ഞു കയറി വന്നപ്പോ ഞാനൊന്ന് പകച്ചുപോയി. പിന്നെ സത്യമ്മ മഹേശ്വരൻ നമ്പൂതിരിയെ കാണാൻ പോയ കാര്യമൊക്കെ ഞാൻ ഓർത്തതെന്ന് പൊന്നി പറയുന്നു. മോള് വന്നപ്പോൾ പാറക്കുട്ടിയെ കൂടെ കൊണ്ടുവരായിരുന്നു എന്ന് പൊന്നി പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അത് പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിൽക്കുമ്പോഴാ അച്ഛൻ്റെ കോള് വന്നത്. പിന്നെ മോളെ എടുക്കാനൊന്നും നിന്നില്ല, ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. സാറിന് പഴമങ്ങ പച്ചരി ഉണ്ടാക്കാൻ വേണ്ടിയാണോ കുഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നതെന്ന് പൊന്നി ചോദിക്കുന്നു. അതേസമയം വിഷ്ണു ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. താൻ എവിടെയാ? വീട്ടിലാണോ റെസ്റ്റോറൻറ്റിലാണോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അല്ലെന്നും വിഷ്ണുവേട്ടൻ്റെ വീട്ടിലാണെന്നും ശാലിനി പറയുന്നു. താനെന്താ അവിടേക്ക് പോയതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഒരു കാര്യമുണ്ടെന്ന് ശാലിനി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.